സുമതി വളവ് സിനിമ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ച കാര്യമായിരുന്നു ആ സ്ഥലം നേരിട്ട് പോയി കാണണമെന്നുള്ളത്. ഗൂഗിൾ മാപ്സിൽ നോക്കിയപ്പോൾ 5 മണിക്കൂർ 48 മിനിറ്റിൻ്റെ യാത്ര ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ 2-3 കമ്പനിക്കാരെ വിളിച്ചിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായി. കൊടുങ്ങല്ലൂരിൽ നിന്ന് സുമതി വളവിലേക്കുള്ള ദൂരം കൊണ്ടാണ് പറഞ്ഞത് 5 മണിക്കൂർ 48 മിനിറ്റും. എറണാകുളത്ത് ചെറിയ രീതിയിൽ ബ്ലോക്ക് കിട്ടിയോണ്ട് ചെറിയൊരു ഡിലേ വന്നിട്ടാ യാത്രയിൽ. കൊടുങ്ങല്ലൂരിൽ നിന്ന് സുമതി വളവിലേക്ക് 10-250 കിലോമീറ്ററിൻ്റെ യാത്ര ഉണ്ട് കേട്ടോ. ഏകദേശം അവിടെ എത്താറായപ്പോഴത്തേനും വഴികളെല്ലാം ചെറുതായി വരണുണ്ടായിരുന്നു. ഞങ്ങൾ 1:30 മണി ആ സമയമൊക്കെ ആയപ്പോഴത്തേനും സുമതി വളവിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിലാണ് സുമതി വളവിൻ്റെ തൊട്ടടുത്തായിട്ട് റോട്ടിൽ 1.5 മണിക്കൂർ ചേട്ടൻ നിൽക്കണുണ്ട്. ഇരുട്ടങ്ങനെ കൂടി വന്ന് ബാക്കിലുണ്ടായിരുന്ന ആളുടെ ഒരു നിഴൽ മാത്രം കാണുന്നുണ്ടായിരുന്നുള്ളൂ. മുന്നിലാണെന്നുണ്ടെങ്കിൽ സുമതി വളവ്. ഒന്നും നോക്കിയില്ല, വണ്ടി അങ്ങോട്ട് മുന്നോട്ട് എടുത്ത്. കാര്യം വേറൊന്നും ചെയ്യാനില്ല അവിടെ. ബാക്കിലുള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കും തോറും നമുക്കിവിടെ പേടി കൂടി വരികയാണ്. ബാക്കിലുള്ളവർ വരട്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് മുന്നിലേക്ക് പോയി. പിന്നെ ലൊക്കേഷനൊക്കെ ഓഫ് ചെയ്ത് സുമതി വളവ് ഏതാണെന്ന് നോക്കാനൊന്നും നിന്നില്ല. നേരെ ആ വഴിക്ക് വെച്ച് പിടച്ച് അവിടുത്തെ ഇവിടെ വണ്ടിയുടെ ഒരു വെളിച്ചം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആശ്വാസമായി. ആ വഴി കൂടെ പോയവരെ കൈ കാണിച്ച് നിർത്തി അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു. റോട്ടിലൊരാളുണ്ട്, കണ്ട് പേടിക്കണ്ട കേട്ടാ. റോട്ടിലൊരാൾ നിൽക്കണ്ട, കണ്ട് പേടിക്കണ്ട. കയ്യില് വടിയെല്ലാനും ഉണ്ട്. പോണ വഴിക്ക് റോട്ടിലൊരാൾ നിൽക്കുന്നുണ്ട്. കയ്യില് വടിയും കാര്യങ്ങളൊന്നും വടിയുണ്ട്. എല്ലാം വരും, പേടിക്കണ്ടെന്ന് പറയണ. ഭ്രാന്തനാണെന്ന് തോന്നുന്നു. വളവിൽ തന്നെ കിട്ടി. ഞങ്ങളിപ്പോൾ അവിടെ കണ്ടപ്പോൾ പോകുന്നുണ്ട്. സുമതി വളവ് എന്ന് പറയുന്നത് അപ്പുറമാണല്ലേ? അതിന്റെ അപ്പുറത്തായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുമിച്ചോ പിന്നെ അവരെയും കൂട്ടിയിട്ട് നേരെ അയാളെ കണ്ട ഭാഗത്തേക്ക് പോയി. ഏകദേശം സുമതി വളവിൻ്റെ തൊട്ട് മുന്നായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളോടൊപ്പം വന്ന ഒരു വണ്ടിയും കൂടിയും വരാനുണ്ടായിരുന്നു ബാക്കിൽ കൂടെ. അവരുടെ കാര്യം എന്തായിരുന്നു ഒന്നും അറിയില്ലായിരുന്നു. അവരെയും കൂടി നോക്കാനായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. നാട്ടിൽ നിന്ന് സുമതി വളവിലേക്ക് പുറപ്പെട്ടപ്പോൾ വലിയ പേടിയൊന്നും ഉണ്ടായില്ല കേട്ടാ. പക്ഷേ ഈ കൂരിരുട്ടും ആ ഭാഗത്തുള്ള പ്രത്യേകത തണവ് കാറ്റും പോരാത്തതിന് ആ കണ്ട രൂപവും ഇത് 3 കൂടി ആയപ്പോൾ തന്നെ കിളി വാറിയിട്ടുണ്ടായിരുന്നു. സുമതി വളവ് എത്രയേക്കാളും തൊട്ട് മുന്നായിട്ട് ഇവരെ കണ്ടിട്ടാ. ഇവരതേ കൈയും കാലൊക്കെ പൊക്കി കാണിച്ചു വരണുണ്ടായിരുന്നു. പെട്ടുന്നുണ്ട് വരണൊരാള് മുണ്ട് ഇതൊക്കെ കയ്യില് വടി പിടിച്ചിങ്ങനെ നിൽക്കാണ്. തല്ലാനായിട്ട് വരണുണ്ട് അടുത്തേക്ക്. സുമതി വളവ് പറഞ്ഞ അപ്പുറല്ലേ പറഞ്ഞ്? ഇങ്ങോട്ടുള്ളതാണോ? കൊടുങ്ങല്ലൂരാ. ഈ സുമതി വളവ് കാണാൻ വേണ്ടി വന്നാണ്. സ്റ്റേ അങ്ങനെയൊന്നുമില്ല. ഇവിടെ അടുത്ത് എവിടെ റൂം കിട്ടുന്ന സ്ഥലം വല്ലതും ഉണ്ടോ? അങ്ങോട്ട് പോയാലോ? എവിടെ വന്ന വഴിയില്ല. അത് ഇവിടെ കണ്ടുപിടിച്ച ഒരാളല്ല, ഭ്രാന്തനാണെന്ന് തോന്നുന്നു ഒരാൾ. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ചിലവരൊക്കെ വരുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഉണ്ടായിരുന്നു. നമ്മളെ സ്ഥലം കുറച്ച് പുറത്താ. പാങ്ങോട് 10 കിലോമീറ്റർ അടുത്തുണ്ട്. ഇത് ഇപ്പൊ ഫോൺ വഴിക്ക് കാണാം നമുക്ക്. വീടിന് കുഴപ്പമില്ലല്ലോ. പോയി നോക്കിയല്ല അങ്ങോട്ട്. നമുക്ക് അറിയില്ലല്ലോ എന്താണ് സെറ്റപ്പ് എങ്ങനെയാണെന്നൊക്കെ. അങ്ങോട്ട് ഫസ്റ്റ് വളവിലാണ് അതോ ആ വളവ് കഴിഞ്ഞുള്ള വളവാണ്? നല്ല ഇരുട്ട് കുത്തിക്കുന്ന സ്ഥലമില്ലേ? പെട്ടെന്ന് ചാടിയ അതായത് നമുക്കൊട്ട് പരിചയമില്ലല്ലോ എന്താണ് സംഭവം. എന്താണ് പലത് പറഞ്ഞേക്കുന്നുണ്ട്. കണ്ടപ്പോ എന്റെ കൂട്ടായി പോയി കേട്ടോ.
അതിന് മനുഷ്യനാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ ഒന്നും അറിയില്ല. ഇങ്ങനെ എങ്ങനെ പെട്ടെന്ന് അടുത്തേക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാണുന്നുണ്ട്. ഫ്ലാഷിന്റെ കയ്യില് ഫ്ലാഷ് അടിച്ചിട്ട് അടുത്തേക്ക് ഇങ്ങനെ വരും. കമ്പ് കൊടയുണ്ട്. കൊട മതിയാ എടാ കൊടത്ത് കൈ പിടിച്ചോ. അടിച്ചിട്ട് അയാളാ അടിച്ചിട്ടോ. എന്ത് ഇട്ടോടാ. അയാളുടെ കയ്യിൽ നീളം കമ്പ് വേറൊന്നുണ്ട്. നീളം കമ്പുണ്ട്. പോയേക്കുന്നാണ്. ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് 4 പേരും പിന്നെ അവിടെ വെച്ച് കണ്ട 2 പേരും. അങ്ങനെ 6 പേര് മൊത്തത്തിൽ പോയിട്ട് ആളാരാണെന്ന് നോക്കാന്നുള്ള ഇതിലായി. പിന്നെ നേരെ പോയി ആളാരാണെന്ന് നോക്കാനായിട്ട്. ഞങ്ങൾ 4 പേരല്ലാണ്ട് 2 പേരെ കണ്ടില്ല. ബൈക്കിന് വന്നാൽ അവരേകദേശം ആ ഭാഗത്തായിട്ടുള്ളവരാണ് കേട്ടോ. 10 കിലോമീറ്റർ അപ്പുറമാണ് അവരുടെ വീട് വരുന്നത്. അവർ ഇത്ര ആളായിട്ട് ഇവിടെ ഒന്നിനും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പലരും കണ്ട കാര്യങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പലരും പലതും കണ്ടിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട്. ഈ വളവ് തിരിയല്ല മൂപ്പര് സ്പോട്ട് ചെയ്തിട്ടാ. മൂപ്പര് ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ച് വരണുണ്ടായിരുന്നു. എങ്ങോട്ടാണ് വടി പിടിച്ച് നിന്നെ? നിക്ക് 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 വേറെ വിളക്ക് വിളക്കട നീ. പോയി ചോദിക്ക്. ആ ചോദിച്ചേ നീ എടുക്കട്ടോ. ചവിട്ടിയ നീ നിർത്തിക്കൊങ്ങട്. നീ പേടിക്കേ എവിടേക്കാണേട്ടാ? ആ ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ച എന്താണ് കമ്പെടുത്തിട്ട് പറഞ്ഞത്. ഈ ടൈം ഒറ്റ കാണുന്നോണോ? പാങ്ങോടായി പോയി ഞാൻ. ഇവർക്ക് പറ്റിച്ചു. പൈസ തന്നില്ല ജോലി ചെയ്തിട്ട്. അവനെ കാത്തിരുന്നു. കുറെ നേരം അവിടെ ഇരുന്നു. നടന്നു പോകാൻ വണ്ടിയൊന്നും കിട്ടാത്തത് കൊണ്ട് നടന്നു. പറ്റുന്നതല്ലാണല്ലോ വണ്ടി എടുത്ത്. അപ്പൊ ഞങ്ങളൊക്കെ ഓടി ഓടി പറഞ്ഞിട്ടുണ്ടായിരുന്ന വണ്ടി പിടിച്ച് പട്ടി ഓടിച്ചിട്ടാ അതായിരുന്നു സംഭവം. പാങ്ങോട് എവിടെ സ്ഥലം? പാങ്ങോടല്ല, പെരിങ്ങമലാണ് സ്ഥലം. അത് ദൂരമുണ്ട് എവിടുന്ന്? ദൂരം പാലോടാക്കിയാൽ മതി. പാലോടല്ലേ? ഗോപത്തിലാക്കി കൊടുക്ക. ചേട്ടന് സ്ഥലം എവിടെ കറക്റ്റ്? പെരിങ്ങമല. എടുത്താണ് പെരിങ്ങമല ഇക്ബാൽ കോളേജിൽ പോണ. ഇത് സുമതി എന്താണ്? സുമതിയോളാ? അതറിയാൻ വല്ലതും ഉണ്ടാ? അതിനെ കുറിച്ചൊന്ന് പറയോ? സുമതി വളവ് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയോ? ചേട്ടാ നമ്മള് ഇവിടെ ഈ റബ്ബർ വെട്ടാനൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇവിടെ ഒന്നുമില്ല ചേട്ടാ. ഇല്ലല്ലേ? ഇവിടെയൊക്കെ ആൾക്കാർ മോഷണം പിടിച്ചോറിയൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ കമ്പൊക്കെ എടുക്കുന്നത്. ഉയിര് മേടിച്ച് ഞാൻ ഓടാൻ പോയാണ്. നിങ്ങൾ 4 വണ്ടി കൊണ്ട് ചവിട്ടി. എന്താണ് സംഭവം? അതൊരു വണ്ടി ഞാൻ കൈ കാണിച്ച് 2 പേര് ഇരിക്കുന്നു. അവരാരും നിർത്തിയില്ല. അവരൊക്കെ വലിഞ്ഞാളെ. ഞങ്ങൾക്ക് ഈ സുമതി വളവാണെന്നറിയാം. ഏകദേശം എന്താണ് സംഭവം എന്ന് അറിയില്ലല്ലോ ഇവിടുത്തെ. പാലോടാക്കി തരൂ. ആക്കി തരാം, വിഷയമില്ല. അത് നോക്കിട്ടോ ഇത് സ്ഥലം ഉണ്ടാവില്ലോ. ഇനി വേറെ ഓക്കെ അത് ഒറ്റക്ക് പോകാൻ വീട്ടിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ അങ്ങോട്ടല്ലേ ഇന്നോണ്? രാത്രി 1:30 മണി വരെയും ആ ചേട്ടൻ അവിടെ പണിയും കഴിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ എന്തൊക്കെയോ പന്തികേട് മൂപ്പരുടെ വർത്തമാനത്തിൽ തോന്നി. പല ടൈമിൽ മൂപ്പര് കാര്യങ്ങൾ പലതും മാറ്റി മാറ്റിയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 2 പേര് ആളെ കൊണ്ടുവന്നാക്കി വന്ന് അതിനുശേഷം ഞങ്ങൾ നേരെ സുമതി വളവിലേക്ക് നടന്നു പോയി. വണ്ടി മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് സുമതി വളവിലേക്ക് നടന്നു. ഞങ്ങളുടെ ഒപ്പം സുമതി വളവിലേക്ക് ആ 2 പേരും വന്നിരുന്നിട്ടാ. അതിൻ്റെ ഇടയിൽ അമ്മ ബൈക്കിന് വന്ന 2 പേരെ കണ്ടില്ലേ, അവർ ഞങ്ങളുടെ ഒപ്പം വന്നിരുന്നു. അവരുടെ വീട് ഏകദേശം ആ ഭാഗത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ കഥകളും കാര്യങ്ങളെല്ലാം അവർക്ക് നല്ല രീതിയിൽ അറിയാം. സുമതിനെ കൊന്നതിൻ്റെയും എവിടെയാണ് കൊന്നിട്ടതിൻ്റെയും കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തന്നു. എവിടെയാണ് കൊന്നിട്ടതെന്ന് കാണിച്ചു തന്നു.
ആ ഭാഗത്തെത്തുമ്പോഴുള്ള പ്രത്യേക ഒരു തണവ് കാറ്റുണ്ട്. അതും ആ ഭാഗത്തെ കൂരിട്ടും അത് ഏതൊരാളായി കഴിഞ്ഞാൽ പേടിപ്പിക്കണ കുറച്ച് സംഭവമാണ്. ഇത് ഈ കാണുന്ന ഈ മരത്തിൻ്റെ ഒക്കെ ബാക്കിൽ കാട്ടിലായിട്ടാണ് സുമതിനെ കൊന്നിട്ടിരുന്നത്. 5-6 ദിവസത്തിന് ശേഷമുണ്ട് ശവം കിട്ടിയത്. അപ്പോഴത്തേന് പുഴുവെല്ലാം അരിച്ച രീതിയിലായിരുന്നു ശവം ഉണ്ടായിരുന്നത്. സുമതി വളവ് സിനിമ കാണുന്നേക്കാൾ നല്ല രീതിയിലുള്ള ഭയം ഞങ്ങളുടെ മനസ്സിലുണ്ടായിട്ടാണ്. കാര്യം സുമതി മരിച്ചു കിടന്ന സ്ഥലം, ഇരുട്ട്, തണുത്ത കാറ്റ്, പോരാത്തതിന് ഇവർ പറഞ്ഞ കഥകളും എല്ലാവരും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഭയം മനസ്സിൽ കയറി. പേടിയുണ്ടായിരുന്നെന്നും പറഞ്ഞ് പെട്ടെന്നൊന്നും ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നില്ല കേട്ടോ. സുമതി വളവിൽ നിന്ന് കുറച്ചു നേരം സംസാരിച്ച് അവിടുത്തെ കാഴ്ചകളെല്ലാവരും കണ്ട് ഇരുട്ടത്ത് അവിടെ ഇവിടെയൊക്കെ ഫ്ലാഷ് ലൈറ്റ് എല്ലാവരും അടിച്ച് നോക്കി ആ പേടി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് അതിന് ശേഷമാണ് ഞങ്ങൾ റൂം അന്വേഷിച്ച് പോകുന്നത് കേട്ടോ. അങ്ങനെ പോയി റൂമെല്ലാം എടുത്ത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടാ. 2-3 മണിക്കൂർ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഈ സുമതി വളവിലേക്ക് തന്നെ വീണ്ടും വന്നു. കാര്യം നമ്മ സുമതി വളവ് എന്ന് പറയപ്പെടുന്ന ആ സ്ഥലം ഫ്രണ്ടിലത്തെ ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സുമതിയെ കൊന്നിട്ട സ്ഥലവും പിന്നെ അതിൻ്റെ ബാക്കിൽ കൂടെ ഒരു വഴിയെല്ലാം പോകുന്നുണ്ട്. അത് കാണാനായിട്ടാണ് പിന്നെ പോയത്. മെയിൻ റോഡ് അല്ലാണ്ട് പിന്നെ ഒരു ചെറിയൊരു കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട് ബാക്കിക്ക്. ആ വഴി ഞങ്ങൾ പോയി സുമതിയെ കൊന്നിട്ട സ്ഥലം ഈ കാണുന്ന സ്ഥലമാണ്. ഈ കാടിൻ്റെ ഉള്ളിലായിട്ടാണ് കൊന്നിട്ടിരുന്നത്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടാണ്. പിന്നെ നേരെ കാട്ടിൽ കൂടെ തന്നെയുള്ള വഴി കൂടെ തന്നെ കയറി കറങ്ങി തിരിഞ്ഞ് സുമതി വളവിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വീണ്ടും എത്തി. വീണ്ടും കറങ്ങി വന്നപ്പോൾ എനിക്ക് സ്ഥലം മനസ്സിലായില്ല കേട്ടോ. പക്ഷേ ടുട്ടു എൻ്റെ കൂട്ടുകാരൻ അവൻ നേരെ കൊണ്ട് നമ്മുടെ വണ്ടിയെ ഓട്ടി സുമതി വളവിൽ. അതിൻ്റെ ബാക്കിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് വണ്ടി തട്ടി. പിന്നെ നോക്കിയപ്പോഴാണ് കറക്റ്റ് സുമതി വളവിലേക്ക് തന്നെ. പകൽ കാണുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വളവ്. രാത്രി ആയിക്കഴിഞ്ഞാൽ അപകടങ്ങൾ, ആൾക്കാർ ഓരോന്ന് കണ്ട് പേടിക്കൽ, എല്ലാ പ്രശ്നങ്ങളും ഈ വളവിലാണ് വരുന്നത്. ഈ വളവിലെ പ്രശ്നം സുമതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പണ്ട് മുതലേ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ള കഥകൾ, ഭയപ്പെടുത്തുന്ന വളവിലെ യക്ഷി സുമതി, ഈ കഥ ഒന്ന്. പിന്നെ ഈ വളവ് ചീറി പാഞ്ഞു വരുന്ന വണ്ടികൾ വീശി വളക്കലാണ് ഈ വളവിൽ. അതായത് അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞു കേട്ട കഥകൾ അത് നമ്മുടെ മനസ്സിൽ ഇല്ലാത്ത സംഭവങ്ങൾ ഉള്ളതായിട്ട് അവിടെ തോന്നിക്കും. രാത്രിയൊക്കെ കഴിയുമ്പോൾ കൂരിട്ടും പിന്നെ പേടിപ്പെടുത്തണ ഓരോ കഥകളാണ് മെയിൻ നമ്മളെ പേടിപ്പെടുത്തണം. അല്ലാണ്ട് ഈ വളവിൽ പ്രത്യേകിച്ച് അതൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാര്യം ഞാൻ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു, പകലും വന്ന് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ സുമതി വളവിലത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഇവിടെ പേടിക്കാനുള്ള യാതൊന്നുമില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.